തേങ്ങ പൊതിക്കാൻ എടുത്തപ്പോ എന്താ ഒരു തേങ്ങ മുളച്ചത്. അതൊന്ന് പൊളിച്ചു നോക്കാവേ. എന്നിട്ട് നമുക്ക് അതിന്റെ പൊങ്ങെടുക്കാം. പൊങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കാം അല്ലെ. ഒരുപാട് കറികൾ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് നോക്കട്ടെ എത്ര ഇട്ടത് പൊട്ടിച്ചു നോക്കാവേ. ഒരെണ്ണം കൂടെ പൊതിക്കാം. എന്നിട്ട് നമുക്ക് അതെടുക്കാം അല്ലെ. ഇത് പൊങ്ങിപ്പോ കുത്തിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. കിളുത്ത് വന്ന് മൂട്ടിലയില്ലേ, അതാദ്യമേ ഒന്ന് ചെത്തി വിടണേ. ഈസി ആയിട്ട് കിട്ടും. ഈ പൊങ്ങ് നമുക്കേ ഒന്ന് അരിഞ്ഞെടുക്കണേ. ഇന്നത്തെ കറി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. പൊങ്ങ് നമുക്ക് പല രീതിയിൽ കറി വെക്കാം കേട്ടോ. വറുത്തരച്ച് കറി വെക്കാം, അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന പോലെ വെക്കാം. പിന്നെ ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജിമ്മന്മാരൊക്കെ ഉണ്ടല്ലോ, ഇത് ഉണങ്ങി പൊടിച്ചിട്ട് അത് കഴിക്കും കേട്ടോ. നല്ലതാ. ഉണങ്ങി പൊടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇതിന്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ചേട്ടനൊക്കെ ഇവിടെ ഇഷ്ടം വറുത്തരച്ച് കറി വെക്കുന്ന, അതുകൊണ്ട് ഇന്ന് വറുത്തരച്ചങ്ങ് കറി വെച്ചേക്കാം. അതിന് ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്ത്, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇത് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 4 മുളക് എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ ചെറിയ സ്പൂൺ, ഒരു സ്പൂൺ മല്ലി, പിന്നെ 4 ചെറിയുള്ളി, വെളുത്തുള്ളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകത്തിന്റെ ഇച്ചിരി പൊടി, ഇതെന്ന് വെച്ചാൽ പെരുംജീരകത്തിന്റെ. പിന്നെ ഒരു ഇച്ചിരി വാളംപുളിയും കൂടെ വേണം. നമുക്ക് തീയലിനെല്ലാം വാളംപുളി വേണമല്ലോ. നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണേ. ഇതാ നമ്മള് പൊങ്ങെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വാളംപുളി ഇവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തില്. ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കാവേ. തേങ്ങാക്കൊത്തില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കണേ. പച്ചമുളകും കൂടെ ഇട്ടേക്കാം. ഒരു പച്ചമുളക് മുറിച്ചിട്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. കറിവേപ്പിലയും കൂടെ. നമ്മുടെ ചെറിയുള്ളിയൊക്കെ മൂക്കുന്ന സമയത്തേ നമ്മുടെ പാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കണ്ടേ, കുറച്ച് എണ്ണ ഒഴിച്ചേക്കാവേ. ആ പരിപാടി അങ്ങ് നടന്നോട്ടെ. എന്നാ പിന്നെ വേഗം നമ്മുടെ കറി റെഡി ആവുമല്ലോ. മുളകിട്ടു. നമ്മുടെ തേങ്ങ, ചെറിയുള്ളി, മല്ലി, വെളുത്തുള്ളി. വെളുത്തുള്ളി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇട്ടാൽ മതി കേട്ടോ. അത് ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തുമില്ല. ഇത് ഇവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ, നല്ലപോലെ ഒന്ന് ചുമന്ന് വരട്ടെ. സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഇനി ചേർക്കാനുള്ള നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പൊങ്ങ് ഇട്ട് കൊടുക്കാവേ. ശരിക്കും നല്ലൊരു കറിയാണ് ഇത് കേട്ടോ. 2 ദിവസം കൂട്ടാം. നല്ല പോലെ തീയിലങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ. ഇതൊന്ന് വാടി വരട്ടെ. നമ്മുടെ പൊങ്ങൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് മുളക് പൊടി. നമുക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണേ. അത് അവിടെ ഇരുന്നങ്ങ് വെന്തോട്ടെ. മൂടി വയ്ക്കാം. നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം സ്റ്റൗ ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇച്ചിരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പെരുംജീരകപ്പൊടിയും കൂടെ. ചട്ടിയുടെ ചൂടിൽ ഇതൊന്നും കൂടെ ഇരുന്നങ്ങോട്ട് ഡ്രൈ ആവും, ചുമക്കും കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ അര സ്പൂണിന് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് പെരുംജീരകപ്പൊടി, എല്ലാം കൂടെ ഒന്ന് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്താണ് കേട്ടോ. ആ ചൂടിൽ അതങ്ങോട്ട് മൂത്തോളുവേ, അല്ല കരിഞ്ഞു പോവും. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കണം. കറി ഇവിടെ എന്തായെന്നൊന്ന് തുറന്നു നോക്കുകയും വേണമല്ലോ. വെള്ളമൊക്കെ വറ്റി വെന്ത് വരുന്നുണ്ട്. വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കാം. തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ല പോലെ അരച്ചെടുത്തോണ്ട് വരാവേ. അരച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്ക് ഈ വാളംപുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. പുളി നോക്കിയിട്ട് പാകത്തിന് ഒഴിക്കും കേട്ടോ.
പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. കുറച്ച് വെള്ളവും കൂടെ ആക്കാവേ. ഒരുപാട് നീണ്ട ചാറും ആവരുത്, എന്നാൽ കുറുകിയും പോരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ എടുക്കും. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ. എല്ലാം ഉണ്ട്. ഇനി ലാസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഒരു സാധനം ചേർക്കും. ഇഷ്ടമുണ്ടോ ചേർത്താൽ മതി. ഇതാ ഒരു കുഞ്ഞ് സ്പൂണിന് 1 സ്പൂൺ ശർക്കര ഉരുക്കിയത്. ഇഷ്ടമുണ്ടോ ചേർത്താൽ മതി, പക്ഷെ ചേർത്താൽ അടിപൊളിയാ. ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതാ ഒരുപാട് മധുരമാവരുത്, ഒരു കുഞ്ഞ് സ്പൂണിന് 1 സ്പൂൺ. എങ്ങനെ പോയാലും ഒരു 10-20 തുള്ളി അതിൻ്റെ ഉള്ളിൽ ചെല്ലാവുള്ളൂ കേട്ടോ. അത്രയും മതി. ചെറിയൊരു ടേസ്റ്റ് മാറും. അപ്പം ശരിക്കും ഈ തീയൽ നാളെ കൂട്ടാനാണ് ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. നമ്മുടെ തീയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒന്നും വേണ്ട. ഇനി ഒരു എണ്ണയാട്ടെ അങ്ങനെ താളിക്കലോ ഒന്നും വേണ്ട. ആവശ്യമുള്ളവർ ചേർത്തോ. പക്ഷെ ലാസ്റ്റ് ചേർത്ത ആ ശർക്കര പാനിയില്ലേ, ഒരു 10 തുള്ളി എണ്ണ ഇട്ടാൽ മതി. അതിന് ടേസ്റ്റിന് ഭയങ്കര മാറ്റം കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കുക. അപ്പം നല്ല അടിപൊളി ഒരു തീയൽ. ഇത് ശരിക്കും ഓണത്തിനൊക്കെ സദ്യക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു തീയലാട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു തീയൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.